കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ച 3 പേരെ തിരിച്ചറിഞ്ഞു. ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശികളാണ് മരിച്ചത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, മലയാളികൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ടത് എന്ന കാര്യം തിരിച്ചറിയുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി പോലീസ് വിശദീകരിക്കുന്ന ഈ ഘട്ടത്തിൽ? പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്ന ഒരു പ്രാഥമിക വിവരമാണ് ഇവർ മലയാളികളാണ്. നേരത്തെ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നവരാണോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. കാരണം ഈ മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ചിന്നിച്ചിതറിപ്പോയിരുന്നു. അങ്ങനെ ഒരു സംശയമാണ് പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ഇത് മലയാളികളാണ്, പാറോലിക്കൽ സ്വദേശികളാണ് എന്നുള്ള വിവരം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വീട്ടിലെ ചില പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അതായത് വീട്ടിലെ കുടുംബത്തിലെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മാനസിക സംഘർഷത്തിലായിരുന്നു ഈ സ്ത്രീ എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്, സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പോലീസ് ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക. എന്തായാലും ഇവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലഭിച്ചിട്ടുണ്ട്. മലയാളികൾ തന്നെയാണ്, പാറോലിക്കൽ സ്വദേശികളാണ്. അതായത് ഏറ്റുമാനൂർ 101 കവലയ്ക്ക് സമീപത്ത് തന്നെ ഉള്ളവരാണ് എന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്നത്. ശരി, പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ആത്മഹത്യയാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം അക്കാര്യത്തിലൊരു വ്യക്തത വരും എന്നാണ് കരുതുന്നത്. ടോബി ജോൺസൺ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.